ശ്വശുരവചനം സശ്രദ്ധം ശ്രവിച്ച ഋഷ്യശൃംഗൻ ഉടനെ ധ്യാനലീനനായി. വിഷ്ണു ഭഗവാൻ അംശചതുഷ്ടയം കൊണ്ട് ദശപുത്രരായി പിറക്കുമെന്ന് ധ്യാനചക്ഷുസാൽ കണ്ടറിഞ്ഞ ഋഷ്യശൃംഗൻ യജ്ഞം നടത്തുന്നതിന് അയോധ്യയിലേക്ക് പോകാമെന്ന് സമ്മതിച്ചു. ഋഷ്യശൃംഗനെ ബഹുമാനപുരസ്സരം സ്വാഗതം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനു ദശരഥൻ ദൂതന്മാർ വഴി അയോധ്യയിലേക്ക് സന്ദേശമയച്ചു. താമസിയാതെ പരിവാരസമേതനായി മഹാരാജാവിനാൽ അനുഗതനായി ഋഷ്യശൃംഗൻ അയോധ്യയിലേക്ക് യാത്ര പുറപ്പെട്ടു. ഋഷ്യശൃംഗനെ പുരസ്കരിച്ചുള്ള ശോഭയാത്ര അയോധ്യ നഗരിയുടെ ഗോപുരദ്വാരത്തിലെത്തി. കൊടിതോരണങ്ങളാലും മംഗളവാദ്യങ്ങളാലും സങ്കീർത്തനങ്ങളാലും നഗരിയിലാകെ ഉത്സവത്തിൻ്റെ പ്രതീതി. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെയും പൂത്താലമേന്തിയ സുന്ദരാംഗികളുടെയും പുഷ്പവൃഷ്ടി നടത്തുന്ന പുരന്ദ്രകളുടെയും അകമ്പടിയോടെ നടന്നു നീങ്ങിയ ഘോഷയാത്ര സ്വീകരണത്തിന് സജ്ജമാക്കിയ പന്തലിൽ ചെന്നവസാനിച്ചു. സ്വീകരണ ചടങ്ങുകൾക്കു ശേഷം അതിഥി മന്ദിരത്തിൽ വിശ്രമിക്കുകയായിരുന്നു ഋഷ്യശൃംഗൻ. സമീപം ആചാര്യ വസിഷ്ഠനുമുണ്ട്. യജ്ഞാരംഭത്തെപ്പറ്റി അഭിപ്രായമാരായുവാൻ ദശരഥ മഹാരാജാവ് അവിടെ എത്തി. കുശലപ്രശ്നങ്ങൾക്കു ശേഷം ഋഷ്യശൃംഗൻ പറഞ്ഞു: മഹാരാജാവേ, പുത്രകാമേഷ്ടി തുടങ്ങും മുമ്പ് നമുക്ക് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തണം. അതിനാദ്യമായി വിഷ്ണു പൂജ നടത്തണം. ആചാര്യ വസിഷ്ഠനും ആ അഭിപ്രായമാണ്. എന്നിട്ട് മതി പുത്രകാമേഷ്ടിയിലേക്ക് കടക്കാൻ. യജ്ഞവിധിയും അങ്ങനെയാണ്. പ്രഥമ വൈഷ്ണവി പൂജ. ഋഷ്യശൃംഗന്റെ കാർമ്മികത്വത്തിൽ തന്നെ വിഷ്ണു പൂജ നിർവഹിക്കപ്പെട്ടു. 7 ദിവസം വേണ്ടി വന്നു അതിൻ്റെ പരിസമാപ്തിക്ക്. പരിസമാപ്തിയിലെ ശുഭാവഹമായ നിമിത്ത സൂചന എല്ലാവരെയും ഉത്സാഹഭരിതരാക്കി തീർത്തു. ആചാര്യ വസിഷ്ഠന്റെ നിർദ്ദേശമനുസരിച്ച് ദശരഥൻ യജ്ഞവിഷയകമായ കാര്യങ്ങളിൽ വ്യാപൃതനായി. യജമാനൻ എന്ന നിലയ്ക്ക് ദശരഥ ഭൂപതി ആദ്യമേ തന്നെ ഋത്വിക്കിനെ വരിക്കുക എന്ന ചടങ്ങ് വിധിപൂർവം നിർവഹിച്ചു. അടുത്ത ചടങ്ങാണ് യജ്ഞസങ്കല്പം. യജ്ഞത്തിൻ്റെ സ്ഥലകാലങ്ങൾ നിശ്ചയിച്ച് അതിൻ്റെ നടത്തിപ്പിന് വേണ്ടതായ ചട്ടവട്ടങ്ങൾ തയ്യാറാക്കുക. യജമാനൻ്റെ അപേക്ഷയെ തുടർന്ന് കുലഗുരുക്കന്മാർ കൂടിയാലോചിച്ച് ചെയ്യേണ്ട കൃത്യമാണത്. ദശരഥ നൃപൻ അഭ്യർത്ഥിച്ചതനുസരിച്ച് ഗുരുക്കന്മാരായ വസിഷ്ഠ വാമദേവ പ്രഭൃതികൾ യജ്ഞസങ്കല്പം നിർവഹിച്ചു. ഗുരുക്കന്മാർ ദശരഥനെ ആശീർവദിച്ചു.